ഇത് നമ്മൾ നായനെ ഒന്നിനെ അഴിച്ചു വിട്ടായിരുന്നു. അപ്പോൾ അത് കുരച്ച് ഇവിടെ ഈ പടി വരെ വന്നപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. അതിന് ഞാൻ മോനോട് കൂടിയിട്ട് കൂട്ടിലേക്ക് ആക്കി ലാബിലേക്ക് വിട്ടതിന് ശേഷം പുലിന്റെ തന്നെയാണ് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ ഇവിടെ വന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ പേടി സ്വപ്നമാണ് സത്യം പറഞ്ഞാൽ. പ്രദേശത്ത് നിന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ടൗണിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല. കരടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പുലിയുണ്ട്. പിള്ളേരൊക്കെ പുല്ലിന് പോകുന്ന നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ മനുഷ്യൻ ജീവിക്കേണ്ട, ഉപജീവനം കഴിയണ്ടേ. അതെ മിക്ക ആളുകൾ ഈ പശുവിനെയൊക്കെ വളർത്തി തന്നെ ഇവിടെ കഴിയുന്നത്. വേറെ ഇപ്പൊ കൃഷിയിൽ എന്ത് കിട്ടാനാ? ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇത് തന്ന് എന്നിട്ട് അതിന്റെ അടിവശത്തോടെ അതെ ഇതിലൂടെയാണ് പുലി വന്നത്. ഇതിലൂടെ വന്നാൽ തിരിച്ച് ഇതിലേ പോയത്. ഇപ്പൊ നമ്മളിപ്പോ നേരം വിളിക്കുമ്പോൾ ഇറങ്ങുന്നതാണ്. അതിപ്പോ പന്നി വന്ന് നശിപ്പിച്ചത് തീർന്നു. ആദ്യകാലങ്ങളിൽ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കുരങ്ങ് വരും, പിന്നെ പന്നി ശല്യമായി. ആദ്യകാലത്ത് ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇട്ടതെന്ന് ഇല്ല, ഇവിടുന്ന് ചവിട്ടി കാലിന്റെ പാടുണ്ട്. കാൽപ്പാടുണ്ട് കേട്ടോ. അത് തന്നെയാണ് പോസ്റ്റേര് വന്നിട്ട് ഉറപ്പ് വരുത്തിയല്ലേ. കാൽപ്പാട് വെച്ചിട്ട് അത് തന്നെയാന്ന് പറഞ്ഞു. പന്നി വന്നാലും കുഴപ്പമില്ല, ഈ പുലി വരുന്നല്ലേ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് മാടക്കര എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ചീരാലിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പുലിയുടെ ഭീതിയിലാണ്. ഈ ഒരു പ്രദേശത്ത് പല സ്ഥലങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കാണുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിൽ വന്ന് ഒരു വീട്ടിലെ കോഴികളെയൊക്കെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ചീരാലിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ റോഡ് മാർഗം, പക്ഷേ നേരെ പോവുകയാണെങ്കിൽ അധികം ഒരു 2 കിലോമീറ്ററിലൊക്കെ എത്തുമായിരിക്കും. ഒരു പക്ഷേ ഇതൊക്കെ ഒരേ പുലി തന്നെ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും മാടക്കര എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. അപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചതെന്നുള്ളതും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു വീട്ടിലേക്കും അതുപോലെ തന്നെ അതിന് മുന്നേ കാൽപ്പാടുകൾ കണ്ട് ആ ഒരു വീട്ടിലേക്കും ഒന്ന് പോകാം. ഈ കാണുന്നതാണ് മാടക്കര എന്ന് പറയുന്ന പ്രദേശം. തികഞ്ഞ ജനവാസ മേഖലയാണ്. ഈ ഒരു വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി വന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഗിരീഷ് കുമാർ. ഇത് എന്നാ സംഭവം നടന്നേ? മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്ക് ആണല്ലേ. ഇത് എങ്ങനെയാണ് നിങ്ങൾ? ഞങ്ങൾ കോഴീൻ്റെ ഒരു ഒച്ച കേട്ടു. ഒച്ച കേട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. നെല്ലൂടെ നോക്കുമ്പോൾ കോഴീൻ്റെ കൂടൊക്കെ പൊളിഞ്ഞിരിക്കുക. ഒരു 4 ദിവസം മുമ്പ് ഒരു പുലി വന്നിരുന്നു റിജോ പറഞ്ഞ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ നോക്കുമ്പോഴത്തേക്ക് ഒരു 8 കോഴികൾ കൊണ്ടുപോയി. അതിൽ 2 പരിക്കുണ്ട്. ബാക്കി കുഴപ്പമില്ല. ഈ കൂട്ടിലെ സംഭവം നടന്നേ? ഈ കൂട്ടിൽ ഇവിടെ തന്നെയാണോ കോഴികളുടെയൊക്കെ ഇത് കിടന്നേ? കൂട് പൊളിച്ചായിരുന്നോ? കൂട് പൊളിച്ചിരുന്നു. അപ്പുറ സൈഡാ പൊളിച്ച് മാറ്റിത്തരാം. അടച്ചു വെച്ചിരിക്കുക. പൊളിഞ്ഞത് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ കോഴിയുണ്ടായിരുന്നു, ചത്ത കോഴിയുണ്ടായിരുന്നു. ഇപ്പോൾ കുഴിച്ചിട്ടുള്ളൂ. നല്ല അടച്ചുറപ്പുള്ള കൂടാട്ടോ. അതുപോലും പൊളിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇത് താണ്. എന്നിട്ട് അതിൻ്റെ അടിവശത്തോടെ അതിൻ്റെ അടച്ചോടെ കയറില്ലേ? അതെ. ഇതിലൂടെയാണ് പുലി വന്നത്. ഈ വഴിക്കണം. ഇതിലൂടെ വന്നാൽ തിരിച്ച് ഇതിലേ പോയത്. ഗ്യാപ്പുണ്ട്. അവിടെ അടഞ്ഞ സ്ഥലമായിരുന്നു. കാൽപ്പാടും എല്ലാം കിട്ടിയ കാൽപ്പാട് അവിടെ ഇതിലേ വന്നിട്ട് കാൽപ്പാടുണ്ട്. കാൽപ്പാട് മുകളിലല്ലേ. പിന്നെ ഇതാ ഇവിടെ ഇടിഞ്ഞിട്ടുണ്ടോ? ഇതാ കയറി ചവിട്ടി കയറി അതിൻ്റെ പാടുണ്ട്. പിന്നെ മുകളിലുണ്ട്. ഇപ്പം ഇന്ന് പോയി കാണും. ആണല്ലേ. ഇത് ജനവാസ മേഖല തന്നെയല്ലേ? എല്ലാം പറമ്പുകളല്ലേ? അല്ലേ. ഇവിടെ ഇങ്ങനെ ഇതിന് മുന്നേ പുലിയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. എവിടെ അങ്ങനെ? അതേത് ഭാഗത്തായിട്ടാ? ആ ഭാഗത്തേക്ക്. അങ്ങോട്ടല്ല, അതിന് മുമ്പില്ല. ആദ്യമായിട്ടാണ് ഈ 2ാമത്തെ പേര്. അതാ ഞാൻ ചോദിച്ചേ. പിന്നെ ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ അടുത്ത് എവിടെ ഫോറസ്റ്റുള്ള? ഫോറസ്റ്റിൽ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് ഏതാ? മംഗലം എസ്റ്റേറ്റ്. അതിങ്ങനെ ഉപയോഗിക്കാതെ കിടക്കാതെ? ഇല്ല, കുറേ കാട് വെച്ചിട്ടുണ്ട്. കുറേ നോക്കും, അത്രേ ഉള്ളൂ. അവിടെ ഇപ്പം എല്ലാ സാധനവും ഉണ്ടോ? എല്ലാ സാധനം ഉണ്ട്. പന്നി വേറെ ഉണ്ട്. ഈ കോഴിയുടെ എങ്ങനെ ബോഡി എവിടെ നിന്ന് ഇതെങ്ങനെ കിട്ടിയാന്നോ? ബോഡി കിട്ടി, പറമ്പിൽ നിന്ന് 1 കിട്ടി. അതിന് തല മാത്രം പോയത്, ബാക്കി 7 എണ്ണം ഒന്ന് കിട്ടി. ഫോറസ്റ്റുകാരെ എപ്പോഴാണ് നിങ്ങൾ അറിയിച്ചേ? ഒരു 8:30 വന്നിരുന്നു. ക്യാമറ വെച്ചു. അവരെന്താ പറഞ്ഞ? പുലിയാന്ന് തന്നെയാണ്. പുലിയാനാണ് പറഞ്ഞു. അല്ല, കാൽപ്പാട്. പിന്നെ ക്യാമറയിൽ കിട്ടുകയാണെങ്കിൽ കൂടി വെക്കാം. ക്യാമറ ഇപ്പോൾ എവിടെ വെച്ചേക്കുന്നത്? അതവിടെ
ആ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ക്യാമറയും കാണാം. അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? നഷ്ടത്തിൽ പറഞ്ഞിരുന്നു, അവർ പറയാമെന്ന് പറഞ്ഞിരുന്നു. ആണല്ലേ. അപ്പം ഇങ്ങനെ ഈ പുലി വരാത്ത ഈ പ്രദേശത്ത് ഇങ്ങനെ പുലി വരുമ്പോൾ നിങ്ങൾക്കും ഒരു ഭയങ്കര ഒരു പേടി ഇതാണ്. അല്ല രാത്രി ഇപ്പോൾ എല്ലാവരും രാത്രി വൈകുന്നേരം ടൗണിലൊന്നും പോക്കില്ല ഇപ്പോൾ, പേടിയുണ്ട്. ഇവിടെ അങ്ങനെ പുലിയുടെ പ്രശ്നം ഇല്ലാത്തൊരു സ്ഥലം ഇല്ലാത്ത സ്ഥലമാണ്. ഇതുവരെ വന്നില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ വരവാ. ഇത് ശരിക്കും ഏത് പഞ്ചായത്താണ്? നെന്മേനി പഞ്ചായത്ത്. നെന്മേനിയല്ലേ. മെമ്പർ ഇന്നലെ ഇത് കഴിഞ്ഞിട്ട് രാവിലെ 8:00 വിളിച്ചിരുന്നു. 8:00 വിളിച്ചിട്ട് എടുത്തില്ല. 2 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. ഇന്നും വിളിച്ചിട്ട് എടുത്തില്ല, വന്നില്ല. തിരിച്ച് വിളിച്ചതുമില്ല. ആണല്ലേ. അറിയിച്ചിരുന്നു. എടുത്തില്ല, തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുക, അതുമില്ല. ആണല്ലേ. ചവിട്ടോടെ ആ ഇവിടെ ഇട്ടതെന്ന് ഇല്ല, ഇവിടുന്ന് ചവിട്ടി. ആ കാലിൻ്റെ പാടുന്നില്ല. ആ കാൽപ്പാടുണ്ട് കേട്ടോ. പുലി തന്നെ. ഇതിലിങ്ങനെയാ പോയേ? ഇതിലൊക്കെ ചവിട്ടി പാടുണ്ട്. ഇതാ അവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് അതുണ്ടല്ലോ. തിന്നത് ഇവിടുന്ന് അവിടെ. ആ അതാ കോഴിയുടെ ഇത് കിടക്കുന്നത് അല്ലേ. ആണല്ലേ. കോഴിയുടെ പപ്പും കൂടെയൊക്കെ ഈ പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ആദ്യത്തെ സംഭവം അല്ലേ? ആദ്യത്തെ സംഭവം. ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇനി ആ ആദ്യത്തെ പ്രാവശ്യം പുലിയുടെ കാൽപ്പാട് അത് കണ്ടത് അത് പട്ടിനെ പിടിക്കാൻ നോക്കി. അതെവിടെയായിട്ടാ? അത് കുറച്ചപ്പുറേ. കുറച്ചപ്പുറത്താ. എന്നാൽ അങ്ങോട്ട് പോവാം. ഉണ്ടോ ഇവിടെയൊക്കെ കോഴിയുടെ പപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതുവരെ വീടിൻ്റെ തൊട്ട് ഒരു കോഴിക്കോടിൻ്റെ തൊട്ട് പുറകിലായിട്ടാട്ടോ. മുകളിലല്ലേ? ആ 8 ഉണ്ടല്ലോ അല്ലേ. ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടേ. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. മടക്കര കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്ത് മറ്റൊരു കാൽപ്പാടും കൂടെ കണ്ടെന്ന്, അതിനുശേഷമാണ് ഈ പ്രദേശത്ത് പുലി ഉണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ ഇവിടെ ഉള്ളവർ അറിയുന്നത്. എന്നാലും ആ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ പുലി ഉണ്ടെന്ന് ഉള്ളൊരു ഇത് വന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഇൻസിഡൻ്റാണ് നമ്മൾ ആദ്യം കണ്ടത്. ആദ്യത്തെ ഇൻസിഡൻ്റാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം വയൽ പ്രദേശമാണ്. ഇവിടെയാണ് വന്നത്. ഇതിലാണ് വന്നത്. ആ അല്ലേ. അതാ തന്നെ അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കാൽപ്പാട്. വയലായതുകൊണ്ട് കറക്റ്റ് കാൽപ്പാട് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് പട്ടിയുടെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ. അത് തന്നെയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് അല്ലേ? ആ കിട്ടി. അവിടെ പറഞ്ഞു അതല്ലേ. നോക്കി എന്താ ഇതല്ലേ? ഇതേ തന്നെ അല്ലല്ലേ? നഖമുണ്ട്. നഖമില്ലാത്ത നോക്കിയാൽ ഇവിടുന്ന് ഇതുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതിൽ കുത്തിയിരുന്നു വന്ന്. ഇവിടെ കാൽപ്പാടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അവരൊന്ന് എടുത്തു പോയത്. പോയതല്ലേ?
ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോണി. ഇത് കഴിഞ്ഞ ദിവസം എത്ര മണിയായപ്പോൾ? ഏകദേശം ഒരു 12:30. എത്രാം തീയതി? 13-ാം തീയതി. ഇതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? ഇത് നമ്മൾ നായനെ ഒന്നിനെ അഴിച്ചു വിട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇവിടെ ഈ പടി വരെ വന്നപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. അതിന് ഞാൻ മോനോട് കൂടിയിട്ട് കൂട്ടിലേക്ക് ആക്കി. അതിനുശേഷം പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ ഒരു മോനുണ്ട്, അവൻ വന്ന് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അതെന്നാന്ന് ലാബിലേക്ക് വിട്ടതിന് ശേഷം പുലിൻ്റെ തന്നെയാന്ന് സ്ഥിരീകരിച്ചല്ലേ. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ ഇവിടെ വന്നത്. അപ്പം അല്ലാണ്ട് ഫോറസ്റ്റുകാരെ വിളിക്കേണ്ടി വന്നില്ല നിങ്ങൾക്ക്? അവിടെ അല്ല, വിളിച്ചു ഞങ്ങൾ വിളിച്ചതിന് ശേഷം അവർ വന്നു. അല്ലേ? ഓ, അപ്പോൾ ഇവിടെ ഇതിങ്ങനെ പുലിയാന്ന കാൽപ്പാടുകൾ നിങ്ങൾ ആ പറമ്പിക്കൂടെ കണ്ടപ്പോൾ അതാ ഇവിടെ തന്നെ വ്യക്തമായിട്ട് കാണാം. അതേ അടയാളം തന്നെയാണ് ഇപ്പോൾ ഗിരീഷിൻ്റെ വീട്ടിലുള്ളത്. ഇന്നലെ ചെക്ക് ചെയ്താണല്ലോ തോളത്ത് കൂടി. അതെ അതെ. അപ്പം ഇങ്ങനെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അല്ലേ? ഇപ്പോൾ ഈ പേടി സ്വപ്നമാണ് സത്യം പറഞ്ഞാൽ. പ്രദേശത്ത് നിന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ടൗണിൽ പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നുവരെ ഇവിടെ വന്നിട്ടില്ല. കാര്യങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ എന്താണെന്നുള്ളത്. അവർ ഫോറസ്റ്റുകാരെ വിളിക്കലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലല്ലേ അവർക്കൊരു വോട്ട് കിട്ടുള്ളൂ. ഏത് പാർട്ടി ആവട്ടെ. ഇന്ന പാർട്ടി ഒന്നുമില്ല, ഏത് പാർട്ടി ജയിച്ചാലും കണക്കല്ല. ചേട്ടനിപ്പോൾ എത്ര വർഷമായി ഈ പ്രദേശത്ത്? ഞാനിവിടെ എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാൻ ജനിച്ചത് മാടക്കര ടൗണിൽ തന്നെ. ജനിച്ചപ്പോൾ പോലെ ഈ പ്രദേശത്തുണ്ട്? അതെ അതെ. അപ്പോൾ ഈ പുലിയുടെ പ്രശ്നം ആദ്യമായിട്ടാണ്? ഇപ്പോൾ ഈ ചീരാല് പ്രദേശത്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുലി ഉണ്ടായത് പറഞ്ഞറിയുന്നുണ്ട്, വാർത്താ മാധ്യമങ്ങൾ കൂടി അറിയാം. കരടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പുലിയുണ്ട്. ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ്. എല്ലാ വന്യമൃഗങ്ങളും ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങണം. എന്താ ചെയ്യാൻ, മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പേടിയായിരിക്കും അല്ലേ? പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എസ്റ്റേറ്റിന്റെ ആ കാട് വെട്ടാത്തതുകൊണ്ടാണ്. ഏത് എസ്റ്റേറ്റാ? മംഗലകാപ്പ് എസ്റ്റേറ്റ്. അത് ഭയങ്കര കാട് മൂടി കിടക്കുക. അവരോട് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഞാൻ മെമ്പറെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ സെക്രട്ടറിനെ കൊണ്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവർ ഈ പ്രദേശത്ത് പോലും വന്നിട്ടില്ല. പിന്നെ അവർ പറഞ്ഞല്ലോ നമുക്കറിയില്ല. ഉപയോഗിക്കാതെ കിടക്കുന്ന പറമ്പുകളും ഇതിനൊരു കാരണമാണ്. യൂക്കാലിത്തോട്ടാണ്, ഫുള്ള് കാടാ. അത് വെട്ടാനുള്ള ഒരു ഇത് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങനെ പുല്ലിനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും പുല്ലിന്. ഈ പിള്ളേരൊക്കെ പുല്ലിന് പോകുന്ന അല്ലേ? നിങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചാ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ മനുഷ്യൻ ജീവിക്കേണ്ട, ഉപജീവനം കഴിയണ്ടേ? അതെ അതെ. മിക്ക ആളുകൾ ഈ പശുവിനെയൊക്കെ വളർത്തി തന്നെ ഇവിടെ കഴിയുന്നത്. വേറെ ഇപ്പോൾ കൃഷിയിൽ എന്ത് കിട്ടാനാ? ഇപ്പോൾ നമ്മളിപ്പോൾ നേരം മുഴുക്കുമ്പോൾ ഇറങ്ങുന്നത്, അതിപ്പോൾ പന്നി വന്ന് നശിപ്പിച്ചാൽ തീർന്നു. അതാണ് നമ്മളെ ജീവിതം. നഷ്ടപരിഹാരം. അതെ, നഷ്ടപരിഹാരം കിട്ടൂല. അത് വെറുതെ ഒന്നും കിട്ടൂല. പന്നി സ്ഥിരം വരുന്നുണ്ടല്ലേ? പന്നി മിക്കവാറും വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് പന്നിയുടെ ശല്യം കുറവുണ്ടോ? ഇപ്പോൾ പന്നി കുറവുണ്ട്. ഇപ്പോൾ കുറവുണ്ടല്ലേ? പന്നി വന്നാലും കുഴപ്പമില്ല. ഈ പുലി വരുന്നല്ലേ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യൻ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു. ഈ പുലി വന്നായിരിക്കും പന്നിയുടെ എണ്ണം കുറഞ്ഞു. അത് തന്നെ. അപ്പം അങ്ങനെ നമ്മൾ മാടക്കര എന്ന് പറയുന്ന പ്രദേശത്തെ പുലിഭീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അവരുടെ കോഴിയെ പിടിച്ചതും അതുപോലെ തന്നെ പട്ടിയെ പിടിക്കാൻ വന്നതും കാൽപ്പാടുകളും ഒക്കെ നമ്മൾ ലൈവ് കണ്ടു കേട്ടോ. സംഭവം 2 ദിവസവും അതുപോലെ തന്നെ രണ്ടാമത് കണ്ട കാര്യം ഒരു 3 ദിവസം മുന്നേ നടന്ന സംഭവമാണ്. എങ്കിലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാൽപ്പാടുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. ഇത് ചീരാലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശമാണ്, റോഡ് മാർഗം. അപ്പോൾ ഒരുപക്ഷെ ഒരു 2 കിലോമീറ്ററൊക്കെ പറമ്പിൽ കൂടെയൊക്കെ പോയാൽ ഇവിടെ എത്താമെന്നുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ അതേ പുലി തന്നെയാണ് അവരും സംസാരിച്ചത്. അവരോട് അങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും വലിയ ഭീതിയിൽ തന്നെയാണ് മാടക്കര പ്രദേശത്തെ ആളുകളുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തരത്തിൽ വയനാട്ടിലെ ഓരോ പ്രദേശങ്ങളും ദിവസം കഴിയുന്നതോറും ഇത്തരം വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ മിനിഞ്ഞാന്ന് തന്നെ കരടിയുടെ ഒരു വിഷയവും ഈ ഒരു പ്രദേശത്ത്, ചീരാൽ പ്രദേശത്തും കുടുക്കി പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ഏതായാലും വന്യമൃഗശല്യം അതിരൂക്ഷമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്